നമസ്കാരം. ഈ ലോകം വളരെ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യരും വളരെയധികം വ്യത്യസ്തരാണ്. നമ്മൾ ഓരോ മനുഷ്യരും ഈ ലോകത്തെ കാണുന്നത് അവരവരുടെ അറിവും കാഴ്ചപ്പാടും വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകം എപ്പോഴും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രങ്ങൾ, നമ്മൾ ആരാധിക്കുന്ന മതങ്ങൾ, അതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന പല രഹസ്യങ്ങളും എന്താണെന്ന് അറിയാതെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അറിയുന്നവർ നമുക്ക് പറഞ്ഞു തരാറില്ല. ഒരു പക്ഷേ കിട്ടുന്നത് തെറ്റായ അറിവുമായിരിക്കാം. നമ്മൾ പഠിക്കുന്ന പല ശാസ്ത്രങ്ങളിലും തെറ്റായ അനേക അറിവുകളുണ്ട്. കാരണം ഇടയ്ക്കിടെ ശാസ്ത്രം പല അറിവുകളും തിരുത്തി പോകാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ തെറ്റായ അറിവുകളാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ദൈവം അതിനെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം. മിത്രാത്മജൻ സാറ് നിരവധി മതങ്ങളെപ്പറ്റി ഗവേഷണം ആരംഭിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 മതങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നതെന്നും അത് ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം, ഈ 3ൻ്റെയും കിട്ടാവുന്ന എല്ലാവിധ ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠിക്കുകയും അതിൽ നിന്ന് പ്രപഞ്ചത്തിലെ അനേകം രഹസ്യങ്ങൾ അദ്ദേഹം തിരിച്ചറിയുകയും ബോധ്യപ്പെടുത്തുകയും ഒപ്പം ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പല രഹസ്യങ്ങളും പരസ്പരം സാമ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ഇക്കാര്യങ്ങളെ ലോകത്തിന് എങ്ങനെ കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ചിന്താഗതിയുണ്ടായി. അതിൻ്റെ ഫലമാണ് എം തിയറി എന്ന മിത്രായിസം എന്ന കാലങ്ങൾക്ക് മുമ്പേ 5000 വർഷം മുമ്പും 10000 വർഷം മുമ്പൊക്കെ നിലനിന്നിരുന്ന മിത്രായിസം എന്ന് പറയുന്ന ഒരു തിയറിയുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് എം തിയറി, മിത്രായിസം എന്ന് പറയുന്ന എം തിയറി രീതിയിൽ അദ്ദേഹം ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മിത്രാത്മജൻ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അത് പ്രപഞ്ച രഹസ്യങ്ങളുടെ വലിയൊരു കലവറയാണ്. താങ്ക് യു.